നമ്മൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലുള്ള കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ടൂറിസ്റ്റ് പദ്ധതിയായ കടമ്പ്രയാർ എക്കോ ടൂറിസം പദ്ധതിയുടെ തീരപ്രദേശത്താണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്തെന്ന് നമുക്ക് ഇങ്ങനെ വഴിയേ കാണാം. അപ്പൊ പോരെ. ഇപ്പൊ നിങ്ങൾ തണുപ്പും അതുപോലെ കോടയൊക്കെ ആസ്വദിക്കുന്ന നല്ല രീതിയിൽ ആസ്വദിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇനി മൂന്നാർക്കോ അതോ ഊട്ടിക്കോ ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങോട്ട് വന്നാൽ മാത്രമേ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടയും അതുപോലെ തന്നെ നല്ല തണുപ്പും ഒക്കെ ആസ്വദിച്ച് പതിയെ ചില്ലായിട്ട് വീട്ടിൽ പോകാം. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈവനിങ് വാക്കിനും അതുപോലെ തന്നെ മോർണിംഗ് വാക്കിനും പറ്റിയ അടിപൊളി പ്ലേസാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും അല്ലെങ്കിൽ കപ്പിൾസായിട്ടൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കും. കുറച്ച് നേരം ഇവിടെ ഈവനിങ് ടൈമോ അല്ലെങ്കിൽ മോർണിംഗ് ടൈമോ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. അതായത് നമ്മളിപ്പോൾ തിരക്കുള്ള ജീവിതമാണല്ലോ ഇപ്പോൾ, അതിൽ നിന്നൊക്കെ കുറച്ച് നേരം ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്പോട്ട് ചൂസ് ചെയ്യാൻ ഒരു ബെറ്റർ ഓപ്ഷനാണെന്ന് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് കുറേ ഉണ്ട് കാണാനായിട്ട്, വിശേഷങ്ങൾ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് പതിയെ ഓരോന്നായിട്ട് നമുക്ക് കണ്ട് പോകാം. ഞാൻ നിൽക്കുന്നത് കടമ്പ്രയാറിലുള്ള ഒന്നാമത്തെ തൂക്കുപാലമാണ്. ഇവിടെ 2 തൂക്കുപാലാണുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ തൂക്കുപാലം കയറിയിട്ട് നമുക്ക് അപ്പുറം ഇറങ്ങാം. എന്നിട്ട് നമുക്ക് ആ വഴിയാണ് 2ാമത്തെ തൂക്കുപാലത്തായിട്ട് പോകേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ റീൽസ് ഒക്കെ എടുക്കാൻ അടിപൊളി പ്ലേസ് ആണ്. പിന്നെ ഉണ്ടല്ലോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാണല്ലോ വണ്ടർലയുടെ ഒരു ഭൂരിഭാഗം പോർഷൻസ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ കുറേ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ പോകുന്ന നേരത്ത് അവിടെ എവിടെയും ചപ്പ് ചവറ് പ്ലാസ്റ്റിക് എന്ന് വേണ്ട സകല അലവലാതെ ഒരു സാധനങ്ങളുണ്ടാവും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേസ്റ്റ് ഇല്ല. പ്ലാസ്റ്റിക് പോയിട്ട് നമുക്ക് പ്ലാസ്റ്റിക് കുപ്പി പോലും ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. അത് ഈ ഒരു സ്ഥലത്തിനെ സംബന്ധിച്ചിട്ട് ഒരു അടിപൊളി കാര്യമാണ് കേട്ടോ. എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഉണ്ടല്ലോ നിങ്ങൾ അതിരാവിലെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മഞ്ഞും അതുപോലെ തന്നെ കോടയൊക്കെ കണ്ട് ആസ്വദിച്ച് വീട്ടിൽ പോകുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ മോർണിംഗ് വാക്കിനായാലും ഈവനിങ് വാക്കിനായാലും പറ്റിയ അടിപൊളി സ്പേസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വെക്കേഷനൊക്കെ വരെയല്ലേ, നിങ്ങൾ റീൽസ് ഹോളികളാണെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയോ അല്ലെങ്കിൽ വീഡിയോഗ്രാഫിയോ ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളതാണെങ്കിൽ നേരെ കടമ്പ്രയായിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളി ഫോട്ടോസ് വീഡിയോസ് നിങ്ങൾക്ക് എടുത്തിട്ട് വീട്ടിൽ പോകുന്നതാണ്. ഫിലിമോ ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ വേറെ മെയിനായിട്ട് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ എല്ലാ യൂത്തന്മാരും ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. ഇവിടുത്തെ രാവിലത്തെ വൈബ് എന്ന് പറഞ്ഞില്ലേ, അതിൽ ലൈറ്റിംഗ് ഒക്കെ പറഞ്ഞത് വേറൊരു ഭംഗിയാന്ന് പറഞ്ഞില്ലേ, നല്ല രസമാണ്. അപ്പോൾ ആർക്കെങ്കിലും വീഡിയോ ഷൂട്ടോ അതോ ഫോട്ടോ ഷൂട്ടോ അതുപോലെ തന്നെ നല്ല അടിപൊളി റീൽസ് നമുക്ക് പിള്ളേരെ പറ്റിക്കാമല്ലോ അല്ലെങ്കിൽ കൂട്ടുകാരെ പറ്റിക്കാമല്ലോ. അതാ ഞാനിപ്പോൾ മൂന്നാറാണ് നിൽക്കുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ പറ്റിക്കാനൊക്കെ ആയിട്ട് ഇവിടെ വരാം രാവിലെയോ വൈകിട്ടോ സമയത്തൊക്കെ.
കാണാൻ പറ്റുന്നത്. ഇത് കണ്ടോ, ആ ചേട്ടന്മാർ വല ഇറങ്ങി മീൻ പിടിക്കുന്നുണ്ടോ? ഇത് കുഞ്ഞു കുഞ്ഞു മീനുകളെ കിട്ടാൻ നമുക്ക് കാണാൻ പറ്റും. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മീനെ കിട്ടുന്നുണ്ട്. കണ്ടോ എന്ത് രസമാണെന്ന് നോക്കി. ഇതൊക്കെ ഇവിടുത്തെ ഒരു കാഴ്ചയുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മൾ നടന്ന് അതായത് അങ്ങേയറ്റം മുതൽ കണ്ട വ്യൂ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങേയറ്റം മുതൽ നമ്മൾ ഈ ഒരു എൻഡിൽ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഈ വ്യൂ നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ അവിടെ ഒരു തൂക്കുപാലം കണ്ടതുപോലെ തന്നെ സെയിം ആയിട്ട് ഈ ഒരു അറ്റത്തായിട്ട് തൂക്കുപാലമുണ്ട്. കടമ്പ്രാന്ന് 2 എൻട്രൻസ് ആണുള്ളത്. ഒന്ന് കാക്കനാട്, നമ്മൾ ആ ഭാഗത്തു നിന്ന് വരാൻ നേരത്ത് ഇവിടെ ആയിട്ടൊരു എൻട്രൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വേറൊരു എൻട്രൻസ് ഉള്ളതാണ് പഴങ്ങനാട് ഭാഗത്തുനിന്ന് വരുമ്പോഴുള്ള പഴങ്ങനാട് ഭാഗത്തുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറഞ്ഞാൽ പഴങ്ങനാട് ഭാഗത്തായിട്ടുള്ള എൻട്രൻസിനാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഫുള്ള് വ്യൂ ആയിട്ട് വണ്ടർല, അതായത് നമ്മൾ നേരത്തെ കാണിച്ച വണ്ടർല ആയുർവേദ ഹോസ്പിറ്റലിൽ ഫുള്ള് വ്യൂ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മളൊരു സെയിം നമ്മളവിടെ കണ്ട പോലത്തെ തൂക്കുപാലം ഇവിടെ തന്നെയുണ്ട്. ഈ തൂക്കുപാലം ഇറങ്ങിയതിന് ശേഷമാണ് നമുക്ക് അവിടുത്തെ ഒരു ചെറിയ ചെറിയ വ്യൂസ് ഉണ്ട്, നമുക്ക് അത് പോയി കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ അവിടുത്തെ കാഴ്ചയെ കണ്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇനി കുറേ കാഴ്ചകൾ മുന്നോട്ട് ഇങ്ങനെ കിടക്കുകയാണ്. നമുക്കത് കാണണ്ടേ? എൻ്റെ പുറകെ പോരെ. അപ്പം നമ്മൾ ഇനി കുറേ കാഴ്ചയൊക്കെ ആയിട്ട് പോവാം. രണ്ടാമത്തെ തൂക്കുപാലമാണിത്, അതായത് പഴങ്ങാട് സൈഡിലുള്ള തൂക്കുപാലം. അപ്പം ഈ വഴിയാണ് നമുക്ക് അപ്പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അവിടെ പോയിട്ട് ഒക്കെ എല്ലാം നോക്കാം. ഇനി വേറൊരു പ്രത്യേകത പറയുന്നതെന്ന് വെച്ചാൽ രാവിലെ സമയത്തും വൈകിട്ട് സമയത്തും ഇവിടുത്തെ ആൾക്കാരായാലും പുറത്തെ ആൾക്കാരും വന്നിട്ട് കുറേ വിനോദ പരിപാടികളുണ്ട്. എന്ന് വെച്ചാൽ ചൂണ്ടയിടൽ, പിന്നെ അങ്ങോട്ട് കുറച്ച് നീങ്ങി പോയാൽ കഴിഞ്ഞാൽ കൊട്ടവഞ്ചി, പെഡൽ ബോട്ട്, ഇങ്ങനെ കുറേ നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കുറേ സംഭവങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ കാഴ്ച നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്കറിയത്തില്ല. ഇതൊക്കെ വല വിരിച്ചേക്കുന്ന കുറേ ഇതൊക്കെയാണ്. മാത്രമല്ല ഒരു താറാവിൻ കൂട്ടം, കുറേ താറാവുകൾ ഇവിടെ വളർത്തുന്നുണ്ട്. കണ്ടോ, അവിടെ ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരിങ്ങനെ നിറയെ കൂട്ടം പോലെ ഇങ്ങോട്ടേക്ക് വരുന്നത്. നല്ല രസമാണ് ആ കാഴ്ചയൊക്കെ കാണാനായിട്ട്. അത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അത് രാവിലെ എണീക്കുന്നവരാണെങ്കിൽ ഈ കാഴ്ചകളൊക്കെ പകർത്താനായിട്ട് നല്ലൊരു രസമാണ് കേട്ടോ. എന്തായാലും നമുക്ക് അടുത്ത കാഴ്ചയിലൂടെ നമുക്ക് അങ്ങോട്ട് കുറച്ചുകൂടി നീങ്ങി പോവാം. അപ്പോൾ അതാ നമുക്ക് ഫുൾ ശരിക്കും ഒഴിച്ചു വന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക്? കൊടൈക്കനാൽ നമ്മളൊരു വെളുപ്പാങ്കാലത്ത് ചെയ്യുന്ന സീനാണ് നമ്മുടെ എറണാകുളത്ത് കിട്ടുന്നത്. അപ്പോൾ രാവിലെ ഒരു 5-6 മണി സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാം. നേരിട്ട് ക്യാമറയിൽ കൂടെ കാണുന്നതല്ലാട്ടോ ഭംഗി, നേരിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത്ര മനോഹരമായിട്ടുള്ള സൺറൈസ് വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ നമുക്ക്? യൂത്തന്മാർക്ക് മാത്രം ഈ സ്പോട്ട്, നമ്മുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും പിന്നെ വീട്ടിൽ പ്രായമായ അപ്പൂപ്പന്മാർ അമ്മമാരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കും പറ്റിയ എന്താ പറയുക ഒരു ഏജ് റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത ഒരു പ്ലേസ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല, നമുക്ക് ഏത് സമയത്ത് ഇതിലെ കൂടെ നടക്കാം. ഏത് സമയം എന്ന് പറഞ്ഞാൽ ഒരു പരിധിയുണ്ട്. രാത്രി കഴിഞ്ഞിട്ട് ഇവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെ വരും. അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ജോഗിങ്ങിന് വേണ്ടിയിട്ടും അല്ലാതെ എക്സസൈസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു സ്പേസ് ഇല്ലേ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് അങ്ങ് കൊല്ലത്തൊന്നോ അല്ലെങ്കിൽ പത്തനംതിട്ടയെന്നോ ആൾക്കാരെ ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. ലോക്കൽസിലൊക്കെ നല്ല അടിപൊളി പ്ലേസ് നമുക്ക് ജോഗിങ്ങിന്, അത് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഞാൻ വീണേനെ നമുക്ക് എന്താ പറയുക കുറച്ച് യോഗയോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് ഇവിടെ നല്ല ഇഷ്ടം പോലെ സൈലൻസ് ആയിട്ടുള്ള പ്ലേസ് ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്പോട്ടാണ് ഈ കടമ്പ്രാന്ന്.